ആദിയിൽ വചനമുണ്ടായി, വചനത്തിൽ നിന്നും ഗ്രന്ഥങ്ങൾ അഥവാ പുസ്തകങ്ങളുണ്ടായി. വാട്സാപ്പും ഫേസ്ബുക്കും ഉൾപ്പെടെ പലതരത്തിലുള്ള ആപ്പുകൾ അടക്കി വാഴുന്ന ഈ ഡിജിറ്റൽ യുഗത്തിന് മുമ്പ് ഒരു ലോകമുണ്ടായിരുന്നു. അക്ഷരങ്ങളുടെയും വായനയുടെയും ഒരു മായാലോകം. ഈ കഥ ആ മായാലോകം തേടിപ്പോയ രണ്ട് കൗമാരക്കാരുടെ കഥയാണ്. ആ പുള്ളിക്കൊരു ചായ കൊടുത്തടാ. ഇന്ന ഞാൻ ഇന്ന് അയ്യോ ആരുടെ സ്റ്റൂൾ ഇവിടെ കൊണ്ടുപോയിട്ടെ എന്റെ അടുത്താണ് നിന്റെ കളി. ഇവിടെ വരാൻ നീ കൊറേ നാളായി എന്നെ പറ്റിക്കുന്നു. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ പൈസ ഒന്നുമില്ലെങ്കിൽ അറിയാലോ, ഇവരെ ഞാനങ്ങ് വീട്ടിലേക്ക് വിടും. പിന്നെ ഹിറ്റ്ലറേ പോടാ പോടാ പോയി പൈസ കൊണ്ടുപോടാ. ഇതാരടാ ഉപേ, കരുണാനിധിയോ? നാട്യമാരെ നോക്കാൻ പറ്റിയ പ്രായം ഇയാളെ. കണ്ണും കാണില്ല, പുസ്തകം വായിച്ചോണ്ടിരിക്കുന്നു. ഇതേ പബ്ലിക് ലൈബ്രറി അല്ല, പോടോ. ആ പാട്ടൊന്നും ഇന്നും വന്നിരിപ്പുണ്ടല്ലോ. തന്നെയാണോ പണി? ഓ എന്താ ശുഷ്കാന്തി. എടാ അപ്പു, നീ ദിവസങ്ങളോളായി വന്ന് നോക്കുന്ന പുസ്തകം ഏതെന്ന് എനിക്ക് മനസ്സിലായി. ഒരുമാതിരി ഗ്രഹണി പിള്ളേര് ചക്കക്കൂട്ടാൻ കണ്ട പോലെ. അതേ, ആ പുസ്തകം ഇവിടെ കിട്ടൂല, കോതമംഗലത്ത് കിട്ടും. ചെല്ല്. ആക്രാന്തം കിട്ടും. ടൗണിലെ വില്ലേജിനടുത്തൊരു ബുക്ക് സ്റ്റാൾ ഉണ്ട്. അവിടെ 20 രൂപ കൊടുക്കണം. പക്ഷേ നിനക്ക് കിട്ടൂല. അതിന് 18 വയസ്സ് തികയണം. എനിക്ക് 16 ആയുള്ളൂ. 2 വർഷം കാത്തിരിക്കണം. എങ്ങോട്ടാടാ? നീ വാ, പോയിട്ട് വരാട്ടാ. തള്ളിട്ട് കേറാം. വണ്ടി പോട്ടെ. ചെല്ല് ചെല്ല്, എങ്കി മറിയാം. നിന്നെ എവിടെയൊക്കെ അന്വേഷിച്ചോ? ചുമ്മാ ബുക്കടെ പോയിരിക്കാം, ഒരു പണില്ല. നിനക്കെന്നെ ചേതം ഒന്ന് വണ്ടി എടുക്കടാ. ഈ മന്മഥൻ ചേട്ടൻ ഒരു വലിയ സംഭവട്ടോ. ഇറങ്ങടാ, ബ്രേക്ക് ബ്രേക്കും പോയോ? ഇനിയിപ്പോ ബ്രേക്ക് ചെയ്യണമെങ്കിൽ പൈസ ഇല്ല. അച്ഛൻ്റെ പോക്കറ്റ് അടിക്കണ. അമ്മ എപ്പോഴും പോക്കറ്റ് അടിക്കാറുണ്ട് അച്ഛൻ്റെ. അപ്പോ നീ എന്താ എത്ര മൂടൊപ്പായിരിക്കുന്നേ? ഓ ഒന്നുമില്ലടാ. ഈടാ നീ ആ മറ്റേ പുസ്തകം കണ്ടോ? മറ്റേ പുസ്തകോ? അതെന്ത് പുസ്തകം? ഈ ചീത്ത പുസ്തകം. ചീത്ത പുസ്തകോ? ഡബല്ലേ, എനിക്ക് മനസ്സിലാക്കുക ചെയ്തോ, ചുമ്മാ കളിക്കല്ലേ. മനസ്സിലാവുക ചെയ്തു. എന്താ കാര്യം? അതിന്റെ പേരെന്താ? അതിന്റെ പേര് നിനക്കറിയില്ല? അതിന്റെ പേരാണ് കൊച്ചു പുസ്തകം. കൊച്ചു പുസ്തകം നമുക്കൊന്നും കിട്ടില്ല. നമ്മള് ചെന്നാ പോലീസ് പിടിച്ചിട്ടുണ്ടോ? പോലീസ് പിടിക്കോ? വലിയ ചേട്ടന്മാർക്കൊക്കെ കിട്ടുള്ളൂ. 18 വയസ്സാകുമ്പോ മേടിക്കാൻ പറ്റൂടാ. എന്തായാലും ഇപ്പൊ ഞാൻ മേടിക്കാൻ പോവില്ല, എന്നെ പോലീസ് പിടിച്ചിട്ടുണ്ടോ. അവന്മാര് കുളി തുടങ്ങിയടാ. എന്തായാലും ഞാൻ കുളിക്കണില്ല. സൈക്കിൾ വെച്ചിട്ട് വാങ്ങോട്. ഇരിക്കവിടെ വെച്ചിട്ട് വാടാൻ കൂടെ. നീ കൊച്ചു പുസ്തകം കണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ടോ? എവിടെ? ചേട്ടന്റെ ബെഡിന്റെ അടിയിൽ നിന്ന്. പക്ഷെ അച്ഛൻ പിടിച്ചു. അയ്യോ, ചേട്ടന് അച്ഛൻ ഒരുപാട് തല്ലി. പെട്ടെന്ന് 18 വയസ്സ് കയറി പോയി മേടിക്കായിരുന്നു. പിന്നല്ലാതെ ഒരു ലോഡ് മേടിക്കായിരുന്നു. ഓ, പക്ഷെ അത് എവിടെ കിട്ടും? ഒരാളുണ്ട്. ആള് പുലിയ. ആളിൽ എല്ലാം ഉണ്ട്. എങ്ങോട്ടെങ്കിലും പോ.
പരിപാടി? ഒരു റോക്കറ്റ് പോണ കാണാൻ വന്നാട്ടോ. എന്നിട്ട് നിന്റെ റോക്കറ്റ് വന്നോ? അപ്പത്തേക്ക് നിങ്ങൾ വന്നില്ലേ? മോനെ പെണ്ണുങ്ങളുടെ പുൽക്കടനാണോ നിന്റെ റോക്കറ്റാ? എന്റെ കുളിച്ചും കണ്ടു നിന്നെ ഇപ്പൊ ഞാൻ കാണിച്ചു തരാടാ. വീട്ടിലും അല്ലടാ അമ്മയും പെങ്ങന്മാരും മാർക്കട എല്ലാരും മാർക്കടാ. ഏ അതാരാ? സിംഗപ്പൂർ ടോണി. അയാൾ എവിടെ കാണും? നമുക്ക് അയാളുടെ വീട്ടിൽ പോവാം. പക്ഷെ അതിന് മുമ്പേ എനിക്ക് വയറിന് നല്ല സുഖമല്ല. ഞാനൊന്ന് തൂരിട്ട് വരാം. അയ്യേ എന്നിട്ട് പോയി തൂറ. ഇപ്പൊ എവിടെ പോവും? നീ കുളിക്കില്ലേ? ആ നിങ്ങള് കുളിച്ചോടാവേ. തൂറ മുട്ടിക്കുമ്പോ എടാ കോരു, എന്നടാ ഈ കല്ലെടുത്ത് കക്ഷത്തിൽ വെച്ചോ. അവിടെ വരെ പിടിച്ചേക്കാം. എപ്പോഴും ഉള്ളതാ ഇവന്. പറമ്പ് കാണുമ്പോ തൂറാൻ മുട്ടും. അകരഞ്ഞാടും കാണുമോ? ഞാനാ കോരുവാ. അയ്യേ മൊത്തം നടക്കേടായി. ഇനിയിപ്പോ പുള്ളി നാടും വാടാപ്പൂ. മാന കപ്പല് കയറി. പുള്ളി കണ്ടു. സൈക്കിൾ പോന്ന് മാറാവുള്ളേ. എന്നാ പറ്റി? ടോണിച്ചേട്ടൻ വീട്ടിൽ പോണ്ടേ? പോണോ? ഇനിയിപ്പോ കക്കൂസിന് പോകണ്ട. വാ. നിക്ക്. എന്നാ? ടോണിച്ചേട്ടൻ വണ്ടിയുടെ സൗണ്ട് കേൾക്കണേ. ആണോ? വാ. നിർത്ത്. ടോണിച്ചേട്ടാ ഞങ്ങൾ കാണാതിരിക്കുമായിരുന്നു. എന്താ കാര്യം? കൊച്ചു പുസ്തകം ഉണ്ടെങ്കിൽ തരാമോ? കൊച്ചു പുസ്തക നീക്ക് മൊട്ട നിറഞ്ഞില്ലടാ. ഇല്ലേ ഈട്ടിപ്പടാ. ടോണിച്ചേട്ടൻ പാവാടാ. കണ്ടാലും പറയും. ടോണിച്ചേട്ടൻ സുന്ദരനാ. ശരിയാ. ടോണിച്ചേട്ടൻ എന്ത് വെച്ചാലും തരും. വൈകിട്ട് വീട്ടിലേക്ക് വാടാ. ഞാൻ പറഞ്ഞില്ലേ ടോണിച്ചേട്ടാ. ടോണിച്ചേട്ടാ ഈ പുള്ളി ഇത് എവിടെ പോയി കിടക്കാം? അയ്യേ നിങ്ങളോ? നിങ്ങള് വന്നല്ലേ? വന്നു. അതെ വന്നു. അയ്യോ ഒരു കെട്ട് കൊച്ചു പുസ്തകം. ഇത്രയൊന്നും വേണ്ട, ഓർമ്മ മതി. ഇത്രയൊന്നും വേണ്ട. അതൊന്നും പറ്റില്ല, ഓരോന്നും പറ്റില്ല. ഞാനിത് എങ്ങനെ ഒഴിവാക്കാൻ വേണ്ടിയിരിക്കുവായിരുന്നു. ഒന്ന് എടുത്തിട്ട് പോയിക്കേ. പോടാ, എടുത്തിട്ട് പോടാ. എന്റെ തോളത്ത് വലിയ ഉപകാരം. പോയിട്ട് എനിക്ക് പറയും. എന്റെ പൊന്നെ കണ്ടോ? ഇത് എന്തോടാ ഇവിടെ വയ്ക്ക്. മുട്ടയടിച്ചപ്പോ കല്ലുമഴ പോയിന്ന് കേട്ടിട്ടുള്ളൂ. ഇതിന് എവിടെ മര്യാദക്ക് കേട്ടായിരുന്നു. നിന്റെ വീട്ടിൽ വെച്ചാലോ? എന്റെ വീട്ടിൽ പോലെ വേണം. നിന്റെ വീട്ടിൽ വെച്ചോ? എന്റെ വീട്ടിലൊന്നും വെക്കാൻ പറ്റില്ല. എന്താ? ഇതിനു മുമ്പ് ചേട്ടൻ അച്ഛനെ കുറെ തല്ലിട്ടുള്ള ഈ പ്രശ്നമൊക്കെ പറഞ്ഞു. നീ പോടാ. എവിടെ വെക്കാനാണ്? തല്ലു പിടിപ്പിക്കില്ലേ? ഒരു സ്ഥലമുണ്ട്. എവിടെയാ? ക്ലബിന്റെ മുകളിൽ വെക്കാം. എന്നാ അവിടെ വെക്കാം. എടുത്തോ. എടുത്തോ. ഇനി എന്റെ തോന്നുന്നു വെച്ചോ. വേണ്ടായിരുന്നു കൊച്ചു പുസ്തകം ആക്രാന്തോ. മിണ്ടാണ്ട് വാ. ഒരകത്തിരുന്ന് കളിക്കുന്നുണ്ട്. പ്രശ്നാവോ? നീ ഒന്നും മിണ്ടാണ്ടിരിക്കുക. നിനക്ക് വീട് വേണോ കൊച്ചു പുസ്തകം വേണോ? കൊച്ചു പുസ്തകം. എന്നാ വാ കേറാൻ കൂട്. കൊച്ചു പുസ്തകം വേണം താനു. വാ എടുത്തോ. നല്ലതാണോ? പോട്ടെ. കുറച്ച് കഷ്ടപ്പെട്ടാലൊക്കെ വായിക്കാൻ പറ്റുള്ളൂ. വീഴാതെ വാട്ടാ. നീ എന്താ 18 മണി കയറണോ? കേറി വാടാ. മുമ്പിന്ന് മാറ്. വരുമല്ലേ? അമ്മേ അഴിക്കടാ. വേഗം അഴിക്കും.
നിരത്തി വെച്ചോ, പിന്നെ നോക്കാം. എന്ന് വായിച്ച് തീരുവോ? മൂട് മൂട് മൂട്. പുറത്ത് കാണല്ലേ? ആരും അറിയരുത്. ഇതായിരിക്കാ ഇവന്മാരൊക്കെ പുറത്തേക്ക് ഇറങ്ങിയോ? പെട്ടോ? ദൈവമേ, പെട്ടു. ഇവന്മാരിന് പുറത്തിരുന്ന് കളിക്കുമോ? ഓ, ഇതെന്നെ ഇവർ പുറത്തുനിന്ന് കളിക്കുവാണോ? ഇതിപ്പോ എങ്ങനെയാണ്? എന്റെ വീട്ടിലന്വേഷിക്കൂ. ഇനിയിപ്പോ എന്നെ ചെയ്യണേ? ഒന്നും മിണ്ടാണ്ടിരിക്കോ, എന്തെങ്കിലും ചെയ്യാം. നീ വാ. ശരി ശരി. അവന്മാരുടെ കൊലക്കളി. മുട്ട് വേനെടുക്കുവാ. ദൈവമേ, പെട്ടു. ഇനിയുണ്ടോ? എനിക്ക് വീട്ടിൽ പോയി. ചെങ്ങനൻ ചേട്ടൻ, നീ എന്താ കാണിക്കണേ? കുനിയ ശരിയാവില്ല, പോണം. കണ്ട ആ ഒരു തെങ്ങ്. വാ വാ കുഞ്ഞു വാ. വാ വാ, നമുക്ക് ശരി. തെങ്ങിക്കട കൊണ്ടിറങ്ങാം. വാ കുഞ്ഞു വാ, കുഞ്ഞു വാ. വാ വാ വാ. ഇറങ്ങി ഇറങ്ങി, നോക്കി പിടിച്ചിറങ്ങ്. വീഴാതിറങ്ങുന്നുണ്ടോ? ആ വീഴാതിറങ്ങ്, നോക്കി ഇറങ്ങുന്നുണ്ടോ? കാലോടിയോ? പിടിച്ച് ആ അങ്ങനെ പോട്ടെ. കൊള്ളാം. എന്നാ വേദന. എന്റെ ശിവനെ, ചാടി ചാവാണ്ടിരുന്നോ മതിയായിരുന്നു. അതെ, ഞാനൊന്ന് മൂത്രം ഒഴിച്ചിട്ട് ഓ, കൊച്ചുവസ്തുകൊണ്ട് ഒരു കാര്യമില്ല. ദൈവമേ, ഇതാരാ? അയ്യോ, നിക്കണമല്ല. അയ്യോ, നിന്നെ പിടിക്കുകയും ചെയ്യും. അയ്യോ എന്നെ ചെയ്യലേട്ടാ. അയ്യോ, ഞാൻ ചുമ്മാ. അയ്യോ എന്റെ വേദന. ഇതപ്പല്ലേ? എടാ എന്നെന്തിനാ ഇറക്കണേ? അയ്യോ എടാ ഹിറ്റ്ലറെ, എന്നെയും കൂടെ കൊണ്ടുവിടാ പോത്തെ. വേടാ, എടുക്ക് തേങ്ങ എടുക്കടാ. അയ്യോ, ഒരു തേങ്ങ പോയി. ആ പോട്ടെ, ഓടിക്കോ. എവിടെയായിരുന്നു ഇത്ര നേരം? ഞാൻ കോരുവിന്റെ വീട്ടിൽ പഠിക്കുമായിരുന്നു. നിന്നോട് നേരത്തെ കാലത്ത് വീട്ടിൽ കയറി വരണമെന്ന് പറഞ്ഞേക്കണല്ലേ? കയറി വന്നേക്കണം. ഓ ഉഫ്. ഉഫ്. എന്താ എല്ലാവരും കൂടി? അപ്പോ നിങ്ങൾ എന്താ കാര്യം നന്നായിട്ട് വളർത്തണം, അല്ലാണ്ട് കള്ളന്മാരായിട്ടല്ല വളർത്തണം. എന്റെ മോനോ? അങ്ങോട്ട് നാട്ടിലുള്ള തേങ്ങ ഇങ്ങോട്ട് നടക്കണം. പോലീസിനെ വിളിക്കാൻ ആള് പോയിട്ടുണ്ട്. നിങ്ങൾ നടക്കണേ. ഈ ചാർലി ചേട്ടനുള്ളപ്പോ നിന്നെയൊക്കെ ഏത് പോലീസ് നോക്കാനാടാ? ചാർലിക്ക് പോലീസ് ചുക്കുമല്ല. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. നിന്നെയൊക്കെ ഇറക്കിയേ എനിക്ക് ഇച്ചിരി കാശൊക്കെ ചിലവുണ്ട്, ഞാൻ മേടിച്ചോളാം. പക്ഷേ നിങ്ങളുടെ കയ്യിലുള്ള ബുക്കാട്ടോ ഉണ്ടല്ലോ, അതിന്റെ പകുതി എനിക്ക് വേണം. ചേട്ടാ, ഞങ്ങൾ മൊത്തം തരാം. മൊത്തമൊന്നും വേണ്ട. ചേട്ടൻ നിങ്ങളുടെ ദൈവം. അതൊന്നും കുഴപ്പമില്ല, പോകോ ബുക്കും കന്നാ മതി. ചാർലി ചേട്ടനുള്ള രക്ഷപ്പെട്ടു. ഈ പിള്ളേർക്കടെ ഒരു കാര്യം, കുട്ടിക്കള്ളന്മാർ പിടിയിൽ. കൊള്ളാലേ ഇവന്മാര്. ഡാ ഹിറ്റ്ലറെ, ഇവന്മാർക്ക് പറ്റിയൊരു പറ്റേ. തേങ്ങാമോഷണം അത് നന്നായി. കൊച്ചൂസത്തിന്റെ കാര്യമൊക്കെ വീട്ടിൽ പറയാൻ പറ്റുമോ? ഛേ, എന്നിട്ട് അതിപ്പോഴും അവിടെ തന്നെ ഇരിപ്പുണ്ടാ? ആ ഉവ്വ. ചേട്ടന് മാത്രമേ സത്യം അറിയാവുള്ളൂ. ആണാ? ആഹാ, എന്നാ മക്കള് ചെല്ല്. എല്ലാ സത്യവും മന്മഥൻ ചേട്ടൻ സൂക്ഷിച്ചോളാം. മക്കള് പോയി പഠിക്ക് പോ. ശരി ചേട്ടാ, വാടാ നടക്ക. എല്ലാം പോയി. ഡാ പൂ, ഇങ്ങോട്ട് വന്നേ. ആ എന്നാട്ടാ?
ഞങ്ങൾ അവിടെ കണ്ടതെങ്ങാനും ആരോടെങ്കിലും പറഞ്ഞാൽ ഹിറ്റ്ലറിനെ അറിയാലോ. പോടാ, വീട്ടിൽ പോടാ. ആ മന്മഥൻ ചേട്ടൻ ഹിറ്റ്ലർ കൂടി തേക്കാൻ പൊട്ടിച്ചത്. അവസാനം നമ്മള് കള്ളന്മാരായി. ആണോ? സാരല്ലടാ, എല്ലാം ശരിയാവും. നമുക്ക് അവന്മാർക്കോട്ട് ഒരു ഇട്ടടി കൊടുക്കണം. ഹിറ്റ്ലറേ, ഞാൻ ക്ലബിന്റെ മുകളിൽ പോയിട്ടേ ആ കൊച്ചുങ്ങളുടെ പുസ്തകം കൊടുത്തോണ്ട് വന്നേ. കൊച്ചു പുസ്തകേ. വികാരം വരുത്തി വച്ച വീണയാണേ, കൗമാരം കാണിച്ചു കൂട്ടും കഥയാണേ. വികാരം വരുത്തി വച്ച വീണയാണേ, കൗമാരം കാണിച്ചു കൂട്ടും കഥയാണേ. ആരോരും അറിയാതെ ആരോടും പറയാതെ നെഞ്ചിൽ കൊളുത്തി വയ്ക്കും കനലാണേ വികാരം. വികാരം